ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാരുടെ തിരക്ക് വർദ്ധിക്കുന്നുവെന്നാണ് സന്നിധാനത്ത് നിന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. 8 മണിവരെ ഇന്ന് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയത് 11,842 പേർ. ഇന്ന് ദർശനം നടത്തിയവരുടെ എണ്ണം 65,000 കടന്നു. YS അഭിനന്ദ് ശബരിമല സന്നിധാനത്തു നിന്നും തത്സമയം ചേരുന്നു. അഭിനന്ദ്, ഇന്ന് പൊതുവേ തിരക്ക് കൂടുതലായിരുന്നോ? തീർച്ചയായിട്ടും ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു അവധി ദിനമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 65,451 ഭക്തജനങ്ങളാണ് 9 മണിവരെയുള്ള കണക്ക് പ്രകാരം ഇവിടെ എത്തിയിട്ടുള്ളത്. 14,251 പേരാണ് സ്പോട്ട് ബുക്കിംഗ് സംവിധാനത്തിലൂടെ ഇന്ന് ദർശനം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ ഒരു കുറവ് ഭക്തജന തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. കാര്യം അല്പസമയം മുമ്പ് വരെ ഒരു ചെറിയ മഴയൊക്കെ ഇവിടെ അനുഭവപ്പെട്ടിരുന്നു. ഫിഞ്ച ചുഴലിക്കാറ്റിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ സന്നിധാനത്തും ഒരു ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെ 3 മണിക്ക് ദർശനം ആരംഭിച്ച് ഇങ്ങോട്ട് വലിയ ഒരു ഒഴുക്ക് ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പമ്പ മുതൽ ഇങ്ങോട്ട് പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് സേനയിൽ അടക്കം മാറ്റം വരുത്തിക്കൊണ്ടുള്ള അപ്പാച്ചിമേട്, നീലിമല തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോഴും തിരക്ക് നിയന്ത്രണ വിധേയമാണ്. എന്നിരുന്നാൽ തന്നെയും ഇന്ന് ചെറിയ ഒരു സംഭവമുണ്ട്. ഡോളി തൊഴിലാളികളായിട്ടുള്ള 4 പേർ ഇന്ന് അറസ്റ്റിലായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കർശനമായ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾ അടക്കമുള്ള സാധനങ്ങൾക്കൊക്കെ കൃത്യമായൊരു വില നൽകണം, അതിനപ്പുറത്തേക്ക് എടുക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് ഡോളി തൊഴിലാളികൾ ലംഘിച്ചെന്ന് ആരോപിച്ചാണ് പമ്പ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. മറ്റൊരു കാര്യം, ഹൃദയാഘാതത്തെ തുടർന്ന് 9 പേർ ഈ സീസണിൽ മരിച്ചു. നിന്ന് ഒരു മരണം സംഭവിച്ചു. കർണാടക സ്വദേശിയായിട്ടുള്ള പുട്ട സ്വാമിയാണ് മരിച്ചിരിക്കുന്നത്. എന്തായാലും മനോഹരമായ ഒരു തീർത്ഥാടന കാലമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസ് കൃത്യമായി തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്. എല്ലാ സംവിധാനങ്ങളും ഭക്തജനങ്ങൾക്ക് ഉറപ്പാക്കുന്നത് വഴി വലിയ ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാതെ മണ്ഡലകാലം 15-ാം ദിവസത്തിലേക്ക് കടന്നു പോവുകയാണ്. SK.